രംഗത്തെ കരുത്ത് അറിയിച്ച് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കുട്ടനാട് സൗത്ത് മേഖല 14ാമത് മേഖലാ സമ്മേളനം പ്രൗഢഗംഭീരം. മാർച്ച് 2, 3, 4 തീയതികളിൽ കോഴിക്കോട് നടക്കുന്ന COA 14ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടായിരുന്നു കുട്ടനാട് സൗത്ത് മേഖലാ സമ്മേളനം വിളിച്ചു ചേർത്തത്. ചങ്ങനാശ്ശേരി കോണ്ടൂർ റിസോർട്ടിലായിരുന്നു സമ്മേളന വേദി. ചൊവ്വാഴ്ച രാവിലെ 9:30 പതാക ഉയർത്തിയതോടെ സമ്മേളന പരിപാടികൾക്ക് തുടക്കമായി. സമ്മേളനം COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് MO നിതീഷ് കുമാർ അധ്യക്ഷനായിരുന്നു. നാം ഓരോരുത്തരും 4 നൂറ്റാണ്ടായി കേബിൾ TV എന്ന പ്രസ്ഥാനത്തിലൂടെ ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. മറ്റ് ഉപരി ബിസിനസ്സുകളുള്ള ആൾക്കാരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ ഏതാണ്ട് 80% ഓപ്പറേറ്റർമാരും കേബിൾ TV എന്ന ബിസിനസ്സിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അതാണ് ഈ അസോസിയേഷന്റെ പ്രത്യേകത. നമുക്കറിയാം, എല്ലാ മാസവും സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും മേഖലാ കമ്മിറ്റിയും എന്ന് പറഞ്ഞാൽ നമ്മളിലൊക്കെ അംഗസംഖ്യ കൂടുതലുള്ള അല്ലെങ്കിൽ മെമ്പർഷിപ്പ് കൂടുതലുള്ള ഒരു സംവിധാനത്തിനും സാധിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനവുമായിട്ടാണ് നമ്മുടെ ഈ സംഘടന മുന്നോട്ട് പോകുന്നത്. മേഖലാ സെക്രട്ടറി PK ഷാജു മേഖലാ റിപ്പോർട്ടും ട്രഷറർ R സുരേഷ് കുമാർ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജോയിന്റ് സെക്രട്ടറി N സതീഷ് കുമാർ അനുശോചന അറിയിപ്പുകൾ നടത്തി. KCCL ബോർഡ് അംഗം ബിനു ഭരതൻ, ജില്ലാ സെക്രട്ടറി S ഷിബു, ഗണേഷ് കൊയ്ത്ര എന്നിവർ KCCL റിപ്പോർട്ടും ജില്ലാ റിപ്പോർട്ടും ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. COA സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ സുരേഷ് ബാബു, അജിത് ദാസ്, ജോജി ജോസഫ്, ജെയിംസ് മാത്യു, മോഹനൻ പിള്ള, സുമേഷ് കൊയ്ത്ര, സിബി, ശരത്ചന്ദ്രൻ, സ്വാഗത സംഘം കൺവീനർ ജോമോൻ ആന്റണി എന്നിവർ സംസാരിച്ചു. മേഖലയിൽ ആദ്യമായി ക്ലസ്റ്റർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന 4 ഓപ്പറേറ്റർമാരെ ചടങ്ങിൽ ആദരിച്ചു. സുതാര്യവും ശക്തവുമായ നിലപാടുകളിലൂടെ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ വ്യക്തമായ സ്വാധീനമുറപ്പിക്കാൻ കഴിഞ്ഞ സംഘടനയാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന് COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ. കർമ്മരംഗങ്ങളിൽ 1ാം സ്ഥാനം നേടാൻ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നിരവധിയായ പ്രശ്നങ്ങളെ അതിജീവിച്ചും മേഖലയിലെ കുത്തകകളുടെ കടന്നുകയറ്റത്തെ നേരിട്ടും കഴിഞ്ഞ 30 വർഷമായി കേരളത്തിൽ അതിൻ്റേതായ സ്ഥാനം അടയാളപ്പെടുത്തി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും അതിലെ അംഗങ്ങളും നിലകൊള്ളുകയാണെന്നും പ്രവീൺ മോഹൻ പറഞ്ഞു. COA കുട്ടനാട് സൗത്ത് മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃത്യമായ കാഴ്ചപ്പാടോടുകൂടിയുള്ള ദീർഘവീക്ഷണമായ കാഴ്ചപ്പാടോടുകൂടിയുള്ള ഉറച്ച നിലപാടോടുകൂടിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ 3 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ നമ്മുടെ സംഘടനയും നമ്മുടെ സംഘടന പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സംഘടന നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ കേബിൾ TV രംഗത്തെയും ബ്രോഡ്ബാൻഡ് രംഗത്തെയും സാമ്പത്തിക രംഗത്തെയും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെല്ലാം തന്നെ കേരളത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓപ്പറേറ്റർമാരുടെ ഏറ്റവും വലിയ സംഘടന എന്ന് പറയുമ്പോൾ അത് കേരളത്തിന്റെ 3/2 വരുന്ന ഭൂപ്രദേശങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആളുകളെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. അപ്പൊ സംഘടനാപരമായി നമ്മൾ ഈ മേഖലയിലെ ഏറ്റവും മികച്ച ഏറ്റവും വലിയ സംഘടനയായി കഴിഞ്ഞ 3 പതിറ്റാണ്ടായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതേസമയം തന്നെ നമ്മുടെ സംഘടന നേതൃത്വം കൊടുക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങൾ, അത് കേബിൾ TV രംഗത്ത് KCCL ആണെങ്കിൽ, ബ്രോഡ്ബാൻഡ് രംഗത്ത്
KVBL ആണെങ്കിൽ ഈ രണ്ട് കമ്പനികളും ഇന്ന് കേരളത്തിൽ 1ാം സ്ഥാനവും ഇന്ത്യയിലെ മികച്ച 10 കമ്പനികളിൽ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ 2 ഭൂപ്രദേശങ്ങളെ പ്രതിനിധീകരിക്കാൻ COAയ്ക്ക് കഴിയുന്നുണ്ടെന്നും കേബിൾ TV രംഗത്തും ബ്രോഡ്ബാൻഡ് രംഗത്തും ഇന്ത്യയിലെ മികച്ച 10 സ്ഥാപനങ്ങളിൽ സംഘടന പ്രതിനിധാനം ചെയ്യുന്ന കമ്പനികൾക്ക് ഇടം പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും പ്രവീൺ മോഹൻ വ്യക്തമാക്കി. ശാസ്ത്രവിരുദ്ധവും യുക്തിഹീനവുമായ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്ന മണ്ണായി കേരളം മാറുകയാണെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. എല്ലാ വൈവിധ്യങ്ങളെയും അംഗീകരിക്കുമ്പോഴും സാമൂഹ്യ അവബോധം എന്നത് കേരളത്തിന്റെ മുഖമുദ്രയായിരുന്നെന്നും സജി ചെറിയാൻ പറഞ്ഞു. കലാസാഹിത്യ രംഗത്തെ പ്രവർത്തനങ്ങൾ മുൻപത്തെ പോലെ സമൂഹത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കുന്നില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ അഭിപ്രായപ്പെട്ടു. സാംബശിവന്റെ കഥാപ്രസംഗത്തെയും KPSCയുടെ നാടകങ്ങളെയും ഉദാഹരിച്ചുകൊണ്ടായിരുന്നു സജി ചെറിയാൻ സംസാരിച്ചത്. ചങ്ങനാശ്ശേരി പെരുന്നയിൽ സംഗീതജ്ഞൻ ആലപ്പി രംഗനാഥിന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ പേരിലുള്ള ഫൗണ്ടേഷൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള സ്വാമി സംഗീത പുരസ്കാരം സംഗീത സംവിധായകൻ M. ജയചന്ദ്രന് നൽകിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സാംസ്കാരിക മന്ത്രി ആയതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം കാണുമ്പോൾ സങ്കടം തോന്നും. ഇത് അന്ധവിശ്വാസികളുടെയും അനാചാരം പ്രചരിപ്പിക്കുന്നവരുടെ മണ്ണല്ല ഈ കേരളം. നമ്മൾ എല്ലാ വൈവിധ്യങ്ങളെയും സ്വീകരിക്കുന്ന മണ്ണാണ്. നമുക്കൊരു സാമൂഹ്യ അവബോധമുള്ള മണ്ണാണ്. അടുത്ത തലമുറയ്ക്ക് പ്രചോദനം കൊടുക്കേണ്ട സാമൂഹ്യ അന്തരീക്ഷം വളർന്നു വന്നൊരു മണ്ണാണ് കേരളം. പക്ഷേ ഇന്നിതൊക്കെ ഒരു കച്ചവടമാക്കി മാറ്റി ഇതിനെയൊക്കെ വേറൊരു തലത്തിലേക്ക് എത്തിച്ച് ആളുകളെ തെറ്റായ നിലയിൽ തങ്ങളുടെ ഇംഗിതത്തിന് വിധേയമാക്കി വഴിതെറ്റിച്ച് കൊണ്ടുപോകുന്ന ഏറ്റവും ശാസ്ത്രവിരുദ്ധമായ യുക്തിഹീനമായ കേരളം ഒരിക്കലും ആഗ്രഹിക്കാത്ത കേരളം ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു പ്രചണ്ഡമായ പ്രചരണത്തിൻ്റെ ഒരു കാലത്ത് നമ്മൾ ജീവിക്കുകയാണ്. ആലപ്പി രംഗനാഥിന് പെരുന്നയിൽ ഉചിതമായ സ്മാരകം നിർമ്മിക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. ഗൗരി മഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA അധ്യക്ഷനായിരുന്നു. ട്രസ്റ്റ് ചെയർമാൻ ജയപ്രമോദ് രംഗനാഥ്, ജൂറി ചെയർമാൻ PS ശ്രീധരൻ, പ്രൊഫസർ PS ഉണ്ണിരാജ, വാർഡ് കൗൺസിലർ L. വിജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. M. ജയചന്ദ്രൻ മറുപടി പ്രസംഗം നടത്തി. വിവിധ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വിശിഷ്ട വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. പ്രമുഖർക്കായി സ്മാരകങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിനെ അർത്ഥവത്തായി നിലനിർത്തിക്കൊണ്ടു പോകുവാൻ ബന്ധപ്പെട്ടവർക്ക് ബാധ്യതയുണ്ടെന്ന് സംഗീത സംവിധായകൻ M. ജയചന്ദ്രൻ. സ്മാരകങ്ങൾ പലതും അവഗണിക്കപ്പെട്ട നിലയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. ആരുടെ പേരിലാണോ സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത് ആ മഹാത്മാവ് ചെയ്ത കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അവിടെ സജീവമായി നിലനിർത്തേണ്ടതുണ്ടെന്ന് M. ജയചന്ദ്രൻ പറഞ്ഞു. സംഗീതജ്ഞൻ ആലപ്പി രംഗനാഥിൻ്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരം മന്ത്രി സജി ചെറിയാനിൽ നിന്നും ഏറ്റുവാങ്ങിയ ശേഷം മറുപടി പ്രസംഗം നടത്തുകയായിരുന്നു M. ജയചന്ദ്രൻ. ആലപ്പി രംഗനാഥിന് ഉചിതമായ സ്മാരകം നിർമ്മിക്കുമെന്ന് മന്ത്രി ചടങ്ങിൽ പ്രഖ്യാപിച്ചിരുന്നു. സ്മാരകം എന്ന് പറയുന്നത് ഒരുപാട് സ്മാരകങ്ങൾ നമുക്ക് പലയിടങ്ങളിലും പലരുടെയും സ്മാരകങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അവിടെ ഒന്നും നടക്കുന്നില്ല. അത് കെട്ടിത്തീർന്നാൽ അതോടുകൂടി അത് അവസാനിച്ചു. ആരംഭശ്വരത്വം മാത്രം പലതിനും ഉണ്ടാകും. അപ്പോൾ സജി സാറ് കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു നന്മയുടെ സന്ദേശം അത് നമ്മളാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് തീർച്ചയായിട്ടും. അപ്പോൾ രംഗനാഥ് മാസ്റ്ററുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ഒരു സ്മാരകം തുടങ്ങുമ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ്, അത് സംഗീതത്തെ ഏത് രീതിയിലാണ് നന്മയുടെ ഭാഷയിലേക്ക് നമ്മൾ തിരിച്ചുവിടുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ആ സ്മാരകം ചിരമായി അക്ഷരമായി നിലനിൽക്കാൻ വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് എൻ്റെ ഭാഗത്തു നിന്നുള്ള എന്ത് കാര്യങ്ങളും ചെയ്യുവാൻ ഉള്ള മനസ്സ് എനിക്കുമുണ്ട് എന്ന് ഈ അവസരത്തിൽ പറയാൻ. പലരുടെയും പേരിലുള്ള സ്മാരകം കെട്ടി ഉയർത്തുന്നതോടെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നതാണ് സാധാരണ കാണുന്നതെന്ന് ജയചന്ദ്രൻ പറഞ്ഞു. ആലപ്പി രംഗനാഥിന് സ്മാരകം ഉയരുമ്പോൾ അത് സംഗീതത്തെ ഏത് രീതിയിലാണ് നന്മയിലേക്ക് നമ്മൾ തിരിച്ചുവിടുന്നതെന്ന് തെളിയിക്കപ്പെടണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. അതേസമയം പുരസ്കാരത്തുക ജയചന്ദ്രൻ ആലപ്പി രംഗനാഥ് ഫൗണ്ടേഷൻ ട്രസ്റ്റിന് കൈമാറി. രംഗനാഥ് മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ 72 മേളകർത്താ രാഗങ്ങളിലുള്ള കൃതികൾ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് തുക വേദിയിൽ വെച്ച് തന്നെ ട്രസ്റ്റിന് കൈമാറിയത്.
പോലീസിനെ ഉപയോഗിച്ച് യൂത്ത് കോൺഗ്രസ് സമരത്തെ അടിച്ചമർത്താമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കരുതണ്ടെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. ശക്തമായ സമരത്തിന്റെ തുടക്കം മാത്രമാണ് ഇപ്പോഴത്തേതെന്നും കൊടിക്കുന്നിൽ പറഞ്ഞു. മുൻപെങ്ങുമില്ലാത്ത വിധം മർദ്ദന മുറകളാണ് സമരക്കാർക്ക് നേരെ പോലീസ് അഴിച്ചുവിട്ടിരിക്കുന്നതെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP വിമർശനം ഉന്നയിച്ചു. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിനിടെയുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റവരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ് MP. ആലപ്പുഴയിൽ നടന്ന നിറനായാട്ട് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിന് നേരെ പോലീസ് നടത്തിയ നിറനായാട്ട് കേരളത്തിൽ ഇന്നേ വരെ ഒരു സമരത്തിന് നേരെ പോലീസ് കാണിക്കാത്ത ക്രൂരമായ അതിക്രമങ്ങളാണ് കാണിച്ചത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന്റെ ഗുരുതരമായ പരിക്കേറ്റ് ജില്ലാ പ്രസിഡന്റിന്റെ അടുത്തുനിന്നാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഇപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹി അടക്കം സംസ്ഥാന വൈസ് പ്രസിഡന്റ്, നിയോജക പ്രസിഡന്റ്, മണ്ഡലം പ്രസിഡന്റുമാർ, ജില്ലാ ഭാരവാഹിയുടെ അടക്കമുള്ള 10-15 പേര് ഇപ്പോഴും ഇവിടെ ചികിത്സയിൽ കഴിയുകയാണ്. പോലീസിനെ ഉപയോഗിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അടിച്ചമർത്തി കേരളത്തിൽ അധികാരത്തിൽ തുടരാമെന്നാണ് പിണറായി വിജയൻ കരുതുന്നതെങ്കിൽ പിണറായി വിജയന് തെറ്റുപറ്റിയിരിക്കുന്നു. ഇത് തുടക്കം മാത്രമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ സമരത്തിന്റെ വലിയൊരു പള്ളിക്കയറ്റം തന്നെ ഉണ്ടാകും. ഗുരുതരമായി പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് MP പ്രവീൺ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹരിദ സാബു, ജില്ലാ ഉപാധ്യക്ഷൻ ഗംഗാശങ്കർ പ്രകാശ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മീനു സജു, അഡ്വക്കേറ്റ് മുത്താര രാജ്, നൌഫൽ ചെമ്പകപ്പള്ളി, മേഘ രഞ്ജിത്ത് തുടങ്ങിയവരാണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് MPയോടൊപ്പം KPCC ജനറൽ സെക്രട്ടറി MJ ജോബ്, DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് തുടങ്ങിയവരും ആശുപത്രിയിലെത്തിയിരുന്നു. സംസ്ഥാന സ്കൂൾ നീന്തൽ മത്സരത്തിൽ ചമ്പക്കുളം സെന്റ് തോമസ് UP സ്കൂളിനെ പ്രതിനിധീകരിച്ച് അഭിമാന നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. സ്കൂൾ മാനേജ്മെന്റും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്നായിരുന്നു ചടങ്ങ് നടത്തിയത്. AC കനാൽ തുറക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ടെന്ന് ചടങ്ങിൽ പങ്കെടുത്ത തോമസ് K. തോമസ് MLA. മത്സരത്തിൽ ഇരട്ട വെള്ളി മെഡൽ നേടിയ PP അഭിജിത്ത്, മികച്ച പ്രകടനം കാഴ്ചവെച്ച ദേവദത്ത് സന്തോഷ്, അർജുൻ അനിൽ എന്നിവരെയാണ് ആദരിച്ചത്. തോമസ് K. തോമസ് MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രസംഗമല്ല പ്രവൃത്തിയാണ് വേണ്ടതെന്നുള്ള അഭിപ്രായക്കാരനാണ് താനെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ തോമസ് K. തോമസ് MLA പറഞ്ഞു. AC കനാൽ തുറക്കുമെന്ന് പറയുകയല്ല, AC കനാൽ തുറക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ടെന്നും ഇത് 100% ഉറപ്പാണെന്നും MLA തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കി. പിന്നെ ഒരു രാഷ്ട്രീയക്കാരൻ്റെയും കൂടിയുള്ള കാണത്തില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനല്ല, കൂടുതൽ സമയം കുട്ടനാടിന് വേണ്ടി പ്രവർത്തിക്കാൻ അങ്ങനെ കുട്ടനാട് കാരണമെന്നുള്ള റിക്വസ്റ്റാണ് എനിക്ക് പറയാനുള്ളത്. അതിനോടൊപ്പം AC കനാൽ തുറക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നടക്കുന്നത് 100% AC കനാൽ തുറന്നിരിക്കും. അതിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറ്റും. ആരൊക്കെ എതിർത്താലും എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും വലിയ താമസമില്ലാതെ അതിന് കഴിയും. ഒരു സംശയവും ഉണ്ടാക്കരുത്. അതുകൊണ്ട് ഒരു പുതിയ കുട്ടനാട്, ഒരു പുതിയ സംവിധാനം, കാരണം അനാവശ്യമായിട്ടുള്ള എല്ലാ പാലങ്ങളും അവിടെ പൊളിച്ചു മാറ്റും, എല്ലാ കുറ്റികളും മാറ്റും, എല്ലാ കയ്യേറ്റങ്ങളും ഒഴിപ്പിച്ചെടുത്തിരിക്കും. ഒരു സംശയമില്ല കാര്യത്തിൽ AC കനാലിന്റെ ചുറ്റുമുള്ള സകല കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കും. അത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അതൊരു ഉത്തരവാദിത്തമായിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്തിരിക്കും. യോഗത്തിൽ സ്കൂൾ മാനേജർ റവറൻഡ് സിസ്റ്റർ കൊച്ചുറാണി SABS അധ്യക്ഷയായിരുന്നു. നെടുമുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മന്മഥൻ നായർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MS ശ്രീകാന്ത്, നെടുമുടി CI G സുരേഷ് കുമാർ, ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ഡാലിയ തോമസ്, PTA പ്രസിഡന്റ് സാജു ആന്റണി, വാർഡ് മെമ്പർ PB അമ്പിളി തുടങ്ങിയവർ സംസാരിച്ചു. മഹാകവി കുമാരനാശാന്റെ 100ാം ചരമവാർഷികം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആശാൻ സ്മൃതി എന്ന പേരിൽ പല്ലന ആശാൻ സ്മാരകത്തിൽ ജനുവരി 17-18 തീയതികളിലാണ് പരിപാടി. മഹാകവി കുമാരനാശാന്റെ 100ാം ചരമവാർഷികമാണ്. ശതാബ്ദി ആചരണത്തിൻ്റെ ഭാഗമായി അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന പല്ലന കുമാരകോടിയിൽ വെച്ച് ജനുവരി മാസം 17-18 തീയതികളിൽ
മകരം 3, 4 തീയതികളിൽ ആശാൻ്റെ ചരമവാർഷിക പരിപാടികൾ പല്ലനയിൽ അതിവിപുലമായി നടത്തുകയാണ്. ഇത്തവണത്തെ അനുസ്മരണത്തിൽ പല്ലന ആശാൻ സ്മാരകം കൂടാതെ തോന്നയ്ക്കലുള്ള ആശാൻ്റെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ട്, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പങ്കാളിത്തവും സഹകരണവും ഉറപ്പാക്കിയിട്ടുണ്ട്. 17-ാം തീയതി രാവിലെ 8:30 പുഷ്പാർച്ചന സ്മൃതി മണ്ഡപത്തിൽ പതാക ഉയർത്തലും നടക്കും. അതിനുശേഷം ഉദ്ഘാടന സമ്മേളനമാണ്. കുമാരനാശാൻ ചരമശതാബ്ദി സമ്മേളനം 18-ന് വൈകുന്നേരം 3:30 ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. പല്ലന കുമാരനാശാൻ സ്മാരക സമിതിയുടെയും തോന്നയ്ക്കൽ കുമാരനാശാൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ രമേശ് ചെന്നിത്തല MLA അധ്യക്ഷനായിരിക്കും. ആശാൻ ചരമശതാബ്ദി പ്രഭാഷണ പരമ്പരയുടെ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് നിർവഹിക്കും. ജനുവരി 17 രാവിലെ 8:30 കുമാരനാശാൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി പതാക ഉയർത്തും. 10 മണിക്ക് ചേരുന്ന സമ്മേളനം AM ആരിഫ് MB ഉദ്ഘാടനം ചെയ്യും. കുമാരനാശാൻ സ്മാരക സമിതി ചെയർമാൻ രാമപുരം ചന്ദ്രബാബു അധ്യക്ഷനായിരിക്കും. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ജനുവരി 20-ന് DYFI നടത്തുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം ചമ്പക്കുളം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമര കോർണർ സ്ഥാപിച്ചു. മങ്കൊമ്പിൽ സ്ഥാപിച്ച സമര കോർണറിന്റെ ഉദ്ഘാടനം DYFI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ജെയിംസ് ശാമുവൽ നിർവഹിച്ചു. പുതിയൊരു സമര ചരിത്രം രൂപപ്പെടുത്തിക്കൊണ്ടാണ് ജനുവരി മാസം 20-ാം തീയതി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ലക്ഷക്കണക്കിനായ മനുഷ്യരെ അണിനിരത്തി മനുഷ്യ ശൃംഖല നടത്താൻ വേണ്ടി തീരുമാനിച്ചു. ഈ ചങ്ങല കേരളത്തിൻ്റെ മാത്രമല്ല, ഇന്ത്യയുടെ സമര ചരിത്രത്തിൻ്റെ പുതിയ ഏടായി മാറാൻ വേണ്ടി സമരത്തിൽ ഉയർത്തുന്ന മുദ്രാവാക്യം നമ്മുടെ രാജ്യത്തെ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭമാണ്. ഈ കേരളത്തെ നിലനിൽക്കാനുള്ള പോരാട്ടം, കേരളത്തിൽ മാന്യമായി ജീവിക്കാനുള്ള പോരാട്ടം, തൊഴിൽ നൽകാത്ത കേന്ദ്ര ഗവൺമെൻറ് നയത്തിനെതിരായുള്ള പോരാട്ടം, റെയിൽവേ മേഖലയിൽ അവഗണനയ്ക്കെതിരായ പോരാട്ടം, എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള പോരാട്ടമാണ്. ഉദ്ഘാടന ചടങ്ങിൽ DYFI മേഖലാ പ്രസിഡന്റ് അഖിൽ ഷാജി അധ്യക്ഷനായിരുന്നു. CPIM ചമ്പക്കുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KG അരുൺകുമാർ, DYFI ബ്ലോക്ക് പ്രസിഡന്റ് P. പ്രദീപ് കുമാർ, ബോബി ജോസഫ്, ഐശ്വര്യ ലക്ഷ്മി എന്നിവർ സംസാരിച്ചു. റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്രത്തിൻ്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് DYFI മനുഷ്യച്ചങ്ങല സൃഷ്ടിക്കുന്നത്. ആലപ്പുഴ സെന്റ് ജോസഫ്സ് കോളേജിൽ ജനുവരി 17, 18 തീയതികളിൽ നാഗ്പിയർ ടീം സന്ദർശനം നടത്തുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഗുണനിലവാരം നിർണ്ണയിക്കുന്നതിന് UGC നിയോഗിക്കുന്ന സമിതിയാണ് നാഷണൽ അസസ്മെന്റ് അക്രഡിറ്റേഷൻ കൗൺസിൽ. ആലപ്പുഴ സെന്റ് ജോസഫ്സ് കോളേജിൽ നാക് അക്രഡിറ്റേഷൻ്റെ സന്ദർശനം നടക്കുകയാണ് 17, 18 തീയതികളിൽ. പഠന നിലവാരം, ഭൗതിക സാഹചര്യങ്ങൾ, പാഠ്യേതര പ്രവർത്തനങ്ങൾ, വിദ്യാർത്ഥികൾക്കുള്ള ക്ഷേമ പദ്ധതികൾ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഗ്രേഡ് നിർണ്ണയിക്കുന്നത്. ഇത് ഞങ്ങൾ 4ാമത്തെ സൈക്കിളാണ് ഈ അക്രഡിറ്റേഷൻ. 2004, 2013, 2018 വർഷങ്ങളിൽ 3 അക്രഡിറ്റേഷൻ കഴിഞ്ഞു. ഇത് 4ാമത്തെ സൈക്കിളിലെ അക്രഡിറ്റേഷനാണ്. ഈ ദിവസങ്ങളിൽ സ്റ്റുഡൻസ് തയ്യാറാക്കിയിട്ടുള്ള എക്സിബിഷൻ, സ്റ്റുഡൻസ് തയ്യാറാക്കിയിട്ടുള്ള കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ഈ ദിവസങ്ങളിൽ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. പഠന നിലവാരം, ഭൗതിക സാഹചര്യങ്ങൾ, പാഠ്യേതര പ്രവർത്തനങ്ങൾ, വിദ്യാർത്ഥിനികൾക്കുള്ള ക്ഷേമ പദ്ധതികൾ, സമൂഹവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുടങ്ങി 7 മാനദണ്ഡങ്ങൾ മുൻനിർത്തിയാണ് ഗ്രേഡ് നിശ്ചയിക്കുന്നത്. സന്ദർശനത്തോടനുബന്ധിച്ച് എക്സിബിഷൻ, വിദ്യാർത്ഥിനികളുടെ കലാപരിപാടികൾ, പൂർവ്വ വിദ്യാർത്ഥിനികൾ, കോളേജ് ഭരണസമിതി, ജനപ്രതിനിധികൾ എന്നിവരുമായുള്ള ചർച്ച എന്നിവ ഉണ്ടായിരിക്കും. പരുമല തിക്കപ്പുഴയിൽ മൊബൈൽ ടവറിന് തീപിടിച്ചു. ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 അപകടം.
പരുമല തിക്കപ്പുഴ ജംഗ്ഷന് കിഴക്കുവശത്തുള്ള കെട്ടിടത്തിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന മൊബൈൽ ടവറിനാണ് തീപിടിച്ചത്. മൊബൈൽ ടവറിനോട് ചേർന്ന് സ്ഥാപിച്ചിട്ടുള്ള കൺട്രോൾ റൂമിനുള്ളിൽ നിന്നാണ് തീ പടർന്നത്. കെട്ടിടത്തിന് മുകളിൽ നിന്നും പുക ഉയരുന്നത് കണ്ട നാട്ടുകാരാണ് തീപിടുത്ത വിവരം ആദ്യം അറിഞ്ഞത്. ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഐഡിയ, എയർടെൽ, ജിയോ തുടങ്ങി നിരവധി കമ്പനികളുടെ മൊബൈൽ സിഗ്നലുകൾ നൽകുന്ന ടവറിനാണ് തീപിടിച്ചത്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇതുമൂലം കണക്കാക്കുന്നത്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ ഉൾപ്പെടെ നിരവധി ഇലക്ട്രിക് ഉപകരണങ്ങൾ കത്തി നശിച്ചിട്ടുണ്ട്. തിരുവല്ല, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ നിന്ന് 4 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തീയണച്ചു. മകരസംക്രമ ദിനത്തിൽ പുരുഷന്മാരുടെ താലപ്പൊലി. SNDP 2349 നമ്പർ ശാഖ കണ്ണാടി കിഴക്ക് ശ്രീ ശിവഗിരീശ്വര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിലായിരുന്നു പുരുഷന്മാരുടെ താലപ്പൊലി നടത്തിയത്. തിങ്കളാഴ്ച വൈകുന്നേരം 6:30 പഴയകാട് ആൽത്തറ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച താലപ്പൊലി മാടമ്പാക്കൽ, കന്നിട്ട്, പൊയ്ക്കാമ്പറമ്പ്, കൊരട്ടി ജംഗ്ഷൻ വഴി ക്ഷേത്രത്തിൽ സമാപിച്ചു. നിരവധി ഭക്തജനങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ശാഖായോഗം പ്രസിഡന്റ് MR സജു, ക്ഷേത്രം മേൽശാന്തി അഭിലാഷ് ശർമ്മ, സാമൂഹ്യ പ്രവർത്തകരായ ബിജു വലിയവീട്, വിജയകുമാർ വിജയമന്ദിരം, PK മണിയൻ, PM ബിനോഷ്, KV രാജേഷ്, PK ബിജു, മതീഷ് കുമാർ തുടങ്ങിയവർ താലമെടുപ്പിൽ പങ്കാളികളായി. യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് PM ജയൻ, നന്ദു, ഷെറിൻ ഷാജി, വിനീത് കന്നിട്ട, വനിതാ സംഘം നേതാക്കളായ ഷീല ഷാജി, പുഷ്പ ബിജു, വത്സമ്മ മണിയൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കേരളത്തിൽ ആദ്യമായിട്ട് നടന്ന പുരുഷന്മാരുടെ താലപ്പൊലി കാണാൻ നിരവധി ഭക്തജനങ്ങളാണ് എത്തിയത്. പണം നൽകാത്തതിൽ പ്രകോപിതനായി വയോധികനെ മർദ്ദിച്ച ഗുണ്ടാ നേതാവ് പോലീസ് പിടിയിൽ. തിരുവല്ല നിരണം കിഴക്കുംഭാഗം കിഴക്കേപ്പറമ്പിൽ സുരോജനായിരുന്നു മർദ്ദനമേറ്റത്. സംഭവത്തിൽ വിയ്യപുരം ഗുരുനാഥൻ പറമ്പിൽ ഷിബു ഇബ്രാഹിമിനെ പുളിക്കീഴ് പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ നിരണം ഇരതോട് എന്ന സ്ഥലത്ത് വെച്ച് പ്രതി സുരോജിനോട് 25,000 രൂപ ആവശ്യപ്പെടുകയായിരുന്നു. സുരോജ് ഇത് നൽകാതെ വന്നതോടെ പ്രകോപിതനായ പ്രതി സുരോജിനെ കരിങ്കൽ ഉപയോഗിച്ച് മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ തലയ്ക്കും മുഖത്തും ഗുരുതരമായി പരിക്കേറ്റ സുരോജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരു കൊലപാതക കേസടക്കം 18 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഷിബു എന്ന് പുളിക്കീഴ് പോലീസ് ഇൻസ്പെക്ടർ അജീവ് പറഞ്ഞു. ഒരു കൊലക്കേസടക്കം 18 ക്രിമിനൽ കേസ് പ്രതിയായിട്ടുള്ള ആളാണ് ഈ ഷിബു ഇബ്രാഹിം, 45 വയസ്സാണ്. അയാൾ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറെ കുത്തിക്കൊന്ന ഒരു കേസിൽ ഇപ്പോൾ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന ജാമ്യത്തിലാണ്. അപ്പോൾ ഇയാളാണ് ഇന്നലെ രാത്രിയിൽ 60-65 വയസ്സുള്ള സുരോജ് നിരണക്കാരനാണ്. അയാളുടെ തലക്കടിച്ച് പരിക്കേറ്റ് 25,000 രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നമ്മൾ കേസ് വെച്ച് അയാളെ ഇന്നലെ രാത്രി തന്നെ നമ്മൾ അറസ്റ്റ് ചെയ്തു. ഇയാൾക്കെതിരെ ഒരിക്കൽ ആലപ്പുഴ ജില്ലയിൽ വിയ്യപുരം പോലീസ് സ്റ്റേഷനിൽ കാപ്പ സെക്ഷൻ 3 പ്രകാരം കേസ് രജിസ്റ്റർ എടുത്തിട്ടുള്ളതാണ്. ഹെൽത്ത് ഇൻസ്പെക്ടറെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങി ഇപ്പോൾ വിചാരണ നേരിട്ട് വരികയാണ് ഷിബു. വിയ്യപുരം പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ കാപ്പ ചുമത്തിയിട്ടുണ്ട്. തിരുവല്ല DYSP അഷാദിന്റെ നിർദ്ദേശപ്രകാരം പുളിക്കീഴ് പോലീസ് ഇൻസ്പെക്ടർ അജീബ്, SIമാരായ ഷെജിം, കുരുവിള സക്കറിയ, CPOമാരായ റിയാസ്, നവീൻ, ശിവപ്രസാദ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. SNDP യോഗം കുട്ടനാട് യൂണിയൻ മണലാടി 4145 നമ്പർ ശാഖ ഗുരുക്ഷേത്രത്തിൽ 6ാമത് പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തിന് തുടക്കമായി. ജനുവരി 16 മുതൽ 18 വരെയാണ് ചടങ്ങുകൾ. ചൊവ്വാഴ്ച രാവിലെ 5-ന് പള്ളി ഉണർത്തലോടെയാണ് ക്ഷേത്രത്തിൽ കർമ്മങ്ങൾ ആരംഭിച്ചത്. 11:50-നും 12:05-നും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിലായിരുന്നു തൃക്കൊടിയേറ്റ്. ക്ഷേത്രം തന്ത്രി സന്തോഷ് ശാന്തികളുടെയും ക്ഷേത്രം ശാന്തി സുമേഷ് ശാന്തികളുടെയും കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ്. പന്ത്രണ്ട് 30-ന് കൊടിമരച്ചുവട്ടിൽ നിറപറ സമർപ്പണവും തുടർന്ന് പ്രസാദമൂട്ടും നടത്തി. കുമാരനാശാൻ അനുസ്മരണ യോഗം, കലാസന്ധ്യ, താലപ്പൊലി വരവ് തുടങ്ങി വിവിധങ്ങളായ ചടങ്ങുകൾ 3 ദിവസങ്ങളിലായി നടക്കും. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന. സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5770 രൂപ, പവന് 46,160 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. KCB വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്